നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ കൗച്ചിൽ കടന്നുറങ്ങണതും ഞാനാണ്. ഇത് തലേന്നത്തെ സീൻ, അതായത് തലേന്ന് രാത്രി 12 ബജനെ സെ തോടെ ദേർ പഹലെ കാ സീൻ ആയി. Good morning. അങ്ങനെ ഒരു അടിപൊളി സ്റ്റാർട്ട് മൈ ബർത്ത്ഡേ അല്ലേ. എൻ്റെ ചക്രാസൊക്കെ ദേ എന്നെ വിഷ് ചെയ്യാൻ വേണ്ടി, സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞതിപ്പോൾ ഒരു ട്രഡീഷനായി മാറിക്കുന്നു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയായിരുന്നു ഇവർ വരുന്നത്. എന്നാലും ഞാൻ 8:30 കിടന്നുറങ്ങിയോണ്ടേ നീച്ചപ്പോൾ ഒരു സർപ്രൈസ് പോലെയൊക്കെ തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രായം കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ എന്തിനാണ് ഈ 12 മണിക്ക് പോയിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ. ബട്ട് ട്രസ്റ്റ് മീ, നമ്മൾ കട്ട് ചെയ്യണം. ആ ഒരു വൈബില്ലേ, അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഐ റിയലി മേക്ക് ഷുവർ എൻ്റെ ഫ്രണ്ട്സ് ഗാങ്ങിൽ ഈ ഒരു വൈബ് അപ്പാണ്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് ഓൾസോ മേക്ക് ഷുവർ കേട്ടോ. നമ്മളെല്ലാവരും ഏകദേശം ഇത് മേക്ക് ഷുവർ ഇത് കീപ്പ് അപ്പ് ചെയ്യണ ഒരു ട്രഡീഷനാണ്. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. എന്തെന്നെ ആയാലും. എന്തൊരു ചളിയാണ് ഈ സനി പറയണത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് അടിച്ചു നോക്കൂ. ഒട്ടുക്കത്തെ ചളിയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ വന്ന് പോയപ്പോഴേ നാട്ടിൽ നല്ല അടിപൊളി ഗുഡ് മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അമ്മയും മാമിയും ചെറിയച്ഛനും മനുവും ഷിക്കിയും എല്ലാവരും എന്നെ വിളിച്ചു. അപ്പോൾ അവരൊക്കെ ബർത്ത്ഡേ വിഷസ് കിട്ടിയിട്ടാണ് ഞാൻ കടന്നുറങ്ങിയത്. അപ്പോൾ ദിസ് ഇസ് മൈ ബർത്ത്ഡേ മോർണിംഗ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സെലാൻഡോൻ്റെ ഒരു പാക്കാണ്. ഞാൻ ദിബിക്കും ശിവിക്കും കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നുമല്ല, കുറച്ച് ക്ലോത്തിങ് ഐറ്റംസ്. നമ്മളൊരു ക്രിസ്മസ് ഹോളിഡേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയാൻ പോണത് എൻ്റെ ബർത്ത്ഡേ ഹോളിഡേക്ക്. അപ്പോൾ അതിന് മുന്നേ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് ഗിഫ്റ്റ്സ്. നിങ്ങൾ മുകളിലാണോ? ഓക്കെ, ഐ എം കമ്മിങ്. ഐ ഹാവ് സം ഗിഫ്റ്റ് ഫോർ യു ബോയ്സ്. Are you ready for the gift, boys? Shivan's sad face because he was expecting Legos or something. Make it style. Like it? Nice. It's very dark. Whoa! This is cool. The struggle is real. ശിവ ശരിക്കും കുറച്ച് സാഡായിട്ടോ. കാരണം അമ്മടി അച്ഛനെയും പോലത്തെ സെയിം സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ നോക്കി, ഒരു സൈറ്റിൽ പോലും കിട്ടിയില്ല. എനിക്ക് ഇതിന്റെ ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ദിവ്യം പറഞ്ഞു ഇത് ഇസ് നോട്ട് ഗുഡ്. ഐ റിയലി ലവ് ഇറ്റ്. ദിസ് ഇസ് ജാപ്പനീസ് ഫിറ്റ്, യു നോ. ദിസ് ഇസ് ലൈക്ക് super cool. And I have two other similar things. actually. ഇത് ശിവന്റെ ഷെയ്ഡിന് മാച്ച് മാമ വാങ്ങിയതാ. നോക്കൂ, ഇത് ശിവന്റെ കൂടെ ഓൾമോസ്റ്റ് മാച്ചിങ്. ഇതെന്താ പാൻസ് ആണ്? ടോപ്പ് തന്നെയാണ്. ടോപ്പ് ആണ്. ടോപ്പ് ഇത് ശിവന്റെ കളർ ഏകദേശം സെയിം ആണ്. അതാണ് അവർ വാങ്ങിയത്. So this is more very casual stuff. This is super cool. This is cool. This is the next one. Not bad. ശിവന് വാങ്ങിച്ചെന്റെ മുത്തന് ഇങ്ങോട്ട് വരൂ. അതെ, അമ്മക്ക് കിട്ടിയില്ല. അമ്മ കൊറേ നോക്കി പോനെ. വരൂ ഒരു പാർട്ട്ണർ ഇൻ ക്രൈം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിയാ, പച്ച എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ക്രിസ്മസ് മാർക്കറ്റ് പോകാൻ റെഡിയാണ്.
Christmas market la farm house. Today is my birthday. Let's focus on my birthday. അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ പോകണം. യെസ്. അങ്ങനെ ആ ഉടുപ്പിൻ്റെ ലോകത്ത് നിന്ന് നമ്മൾ പുറത്ത് വന്നിരിക്കുന്നു ഗായ്സ്. ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയപ്പോഴത്തേക്കും ചേച്ചിയും ദേവനും വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ. ദേവനുവിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഹരമാണ് ഇങ്ങനെ ഒരു ഫിൽറ്റേഴ്സ് ട്രൈ ചെയ്ത് നമ്മളെ ചിരിപ്പിക്കുക. നല്ല പണിയായിരുന്നു. നമ്മളെല്ലാവരും റെഡിയായി. ഞാനും ദിബി ഇന്ന് മാച്ചിങ് സംഭവങ്ങളാണ്. ശിവന് മാച്ചിങ് കിട്ടാത്തതുകൊണ്ടാണ്, പക്ഷെ എന്നാലും നമ്മൾ സിമിലർ ആണ്. ലൂണി ട്യൂൺസ്. ഇനി നമ്മൾ പോണത് ആർഡൻസിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ്, അതെ അതിന് മുന്നേ എൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയിട്ട് ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്യും. ഇന്നൊരു ടൈം പോയ പോക്കേ ഈ വീഡിയോഗ്രാഫീൻ്റെ ഇടയിൽ ജോലിയുടെ ഇടയിൽ എല്ലാം റാപ്പപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ലേറ്റായോ എന്നൊരു സംശയമില്ല. എന്തായാലും ഇനി എനിക്ക് തന്ന ഡെഡ് ലൈൻ എക്സ്പയർ ആയിരിക്കുന്നു. ഞാൻ വാങ്ങിച്ച പുതിയ ഷൂ ആണിത് ഗൈസ്. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പോണതേ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനാണ്. ഇവിടെ കടകൾ ഏകദേശം ഓപ്പൺ ആയിരിക്കുന്നത് 7 മണി വരെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ദിബിയും ശിവും കൂടി വാങ്ങിത്തരാൻ പോകണം. ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ 2 കടയിൽ നമുക്ക് വേണ്ട ഷോപ്പിംഗ് ഗിഫ്റ്റ് കിട്ടും. എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങാച്ചിട്ടാണ് കേട്ടോ ദിബിയും ശിവും എന്നെ കൂട്ടിയിട്ട് പോയിട്ട് ഈ ഒരു ഗാഡ്ജറ്റ് വാങ്ങണത്. നമ്മൾ വാങ്ങണത് ആണോ? 16 Pro Max 5G. ഇതില് ഗെയിംസ് ഉണ്ട്. ഇതില് ആസ്ഫാൾട്ട് 8 പ്ലസ് ഉണ്ട്. നമുക്ക് വീട്ടിലുള്ളത് സോണിക് ഗ്രീൻ ടീമിന്റെ ഇഷ്ടമായി. അമ്മ ഇതാണ് വാങ്ങിക്കുന്നത്. ഏത് ഗെയിമാ അത്? വല്ലപ്പോഴും കളിക്കാൻ പറ്റും, എല്ലാപ്പോഴും കളിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 14 Pro Max ആണ്. ഇത് ഇതേപോലെ ഒരു ബർത്ത്ഡേക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ദിബിൻ ശിവൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുക 2 ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് iPhone 16 Pro Max കിട്ടണമുണ്ട്. ഇതൊന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിട്ടേൺ ലേത്തെ ഡിവൈസ് ലേത്തെ लो. So it's the left one. Yeah, that's exactly the one. Although this is the 256. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു. അവർ സമ്മതിച്ചു കേട്ടോ. 14 Pro Max അവർ റിട്ടേൺ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഫോൺ ഈസ് റിയലി ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ. ഫോണാണ്, ഒരു യന്ത്രമാണ്, ബട്ട് സ്റ്റിൽ അതിനെ പിരിയുമ്പോൾ ഒരു കുട്ടി വിഷമം എനിക്കുണ്ട്. എന്താ ചെയ്യല്ലേ, മനുഷ്യൻ്റെ ഒരു കാര്യമായി. ഈ മെറ്റീരിയലിസ്റ്റിക് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എന്തായാലും better phone, better clarity, better everything, and I hope to be consistent with my vlog posting guys. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി ലഗേജ് ഒക്കെ എടുത്ത് വണ്ടി കയറി ഞങ്ങളെല്ലാവരും മാംസും ഹൈദൂൻ്റെ ഒപ്പം പോകുന്നു. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ഓവർ ചെയ്തിരിക്കുകയാണ് ടെസ്ല ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ വല്ല ഫാം ഹൗസ് ആയിരുന്നു പൊളിക്കുക. ഇത് നോട്ടലിൻ്റെ ഒരു കിഡ്ലൻ ലൗഞ്ച് ആയിരുന്നു കേട്ടോ. നല്ലോണം ഇഷ്ടമായി. ഞാനും മാംസും വണ്ടി ചാർജ് ആവണം അത്രയും നേരം ഇവിടെ ഫൂസ് ബോളിൻ്റെ മാച്ച് കളിച്ചു. ഫൂസ് ബോൾ എന്ന് പറഞ്ഞാൽ ടേബിൾ സോക്കറാണ്. ഇത് ഹാരൽസ് യാരൽസ് തോണ്ടൻ പറഞ്ഞ ആൾ വിന്റർ മന്ത്സിൽ ആൾക്കാർക്ക് ഇൻഡോർ സോക്കർ കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് യൂറോപ്പിൽ എത്തണ വരെ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത് കണ്ടതും കളിച്ചതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേബിൾ സോക്കർ, അതായത് ഫൂസ് ബോൾ. ചാർജിങ് കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടു. ആംസ്റ്റർഡാമിൽ നിന്ന് ഏകദേശം 3.5 to 4 hours ആണ് ഹവേറ്റ് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. ബെൽജിയത്തിലുള്ള ഒരു കിഡ്ലൻ മാൻഷൻ ആണ് കേട്ടോ ഇത്. അതാണ് ഇഷ്ടം. എല്ലാ വീക്കെൻഡും ഒരു ഓൾമോസ്റ്റ് മീറ്റിംഗ് ആണ് നമ്മൾ. ഇത് നില കണ്ടു വിരിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ടാതൊന്നും തോന്നില്ലല്ലോ. ഞാൻ പറഞ്ഞേ ഇവരോട് ഞാൻ ദിവി ഒരേപോലത്തെ ഉടുപ്പിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന്. അത് മാക്സിമം എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് ഇവരിവിടെ വെഡിങ് സാരിയുമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കൂൾ റൂമാണോ? Can I come in? Can I come in? Wow, ഇതാണോ നിങ്ങളുടെ കൂൾ റൂം? വാവ്, എന്ത് രസാണ്. ശിവ പോയിക്കോളൂ. അവിടെയുണ്ടോ?
ഇപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട സീനും കിഡ്സ് എക്സൈറ്റഡ് ആയിട്ട് അവിടെ അവരുടെ റൂമും കുറച്ച് വേറെ റൂംസ് കാണിച്ചു തന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാൻഷനിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എത്ര റൂം ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വലിയൊരു മാൻഷനാണത്. പിന്നെ ഞങ്ങൾ താഴെ വന്നപ്പോൾ ഇതേ ഒരു ഗെയിമിംഗ് ഏരിയ, അവിടെ കിഡ്സിനും വലിയ ആൾക്കാർക്കും കളിക്കാനുള്ള കുറേ ഗെയിംസും ബോർഡ് ഗെയിംസും ലേഗോസും യു നെയിം ഇറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു വാം സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. ഈ കളി തോറ്റതിന് പ്രമാണിച്ച് അതായത് 10-0 തോറ്റതിന് പണിഷ്മെന്റ് ആയിട്ട് ടേബിളിന്റെ അടിപൊളി പോകണം. ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നു. ടേബിളിന്റെ അടിപൊളി തോറ്റ അയ്യോ പാവേ കൊറേ ജിമ്മിൽ പോകുന്നല്ലേ. പോട്ടെ ഇതൊക്കെ എന്തല്ലേ. നിങ്ങൾ യൂറോപ്പിലാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഗെറ്റ് ടുഗെദർ എവിടെയെങ്കിലും വേണമെങ്കിൽ ചൂസ് ദിസ് ഫാം ഹൗസ് ഗൈസ്. ദിസ് ഹാസ് എവറിത്തിങ്. ദിസ് ഇസ് ലൈക്ക് അമേസിങ്. മെസ്സേജ് അയച്ചാൽ ഞാൻ അഡ്രസ്സ് അയച്ചു തരാം. ഓക്കെ, നിങ്ങളെ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നില്ലായിരുന്നു. എവിടെ ക്യാമറ കണ്ടാലും അപ്പ പോസ് ചെയ്തോളൂ. നാണമാവുന്നില്ല. ആണോ സാനി ഒറ്റയ്ക്ക് ഇറക്കി വിട്ടോളെ? ഞാൻ വിട്ടില്ല, നമ്മൾ തന്നെ പോയതാ. ദൈവമേ, എന്താണ് ദിസ് ഇസ് ഹോണ്ടഡ്. ഫൈൻഡ് ചെയ്യണം എന്താന്ന് വെച്ചാല് നമ്മളിവിടെ ഒരു സീരിയൽ കില്ലറിന്റെ പ്ലേസ് ഇവിടെ ഫൗണ്ട് ചെയ്യാന്ന് വിചാരിക്കണം നിങ്ങള്. സത്യം സീരിയൽ കില്ലർ നമ്മുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണെന്നാണ് ഇതിന് നല്ല ആഴമുണ്ട്. ഫോട്ടോ എടുക്കലോട്ട് സത്യം പറയും ബിന്ദാസ്, ആർക്കാണ് ധൈര്യം കൂടുതൽ? നമുക്ക് സത്യം പറഞ്ഞുതരാം, സനിക്കും ദീപ്സിനും നല്ല പേടിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും പേടിയില്ല. ചുമ്മാ ഷോയാണ്. അവര് ഇതിനകത്ത് ഇറങ്ങിയത് തന്നെ നമ്മളെ വന്നത്. ഭയങ്കര ധൈര്യം. ഓ, ഇത് അവസാനം നമ്മളെ ഫ്രണ്ട്സ് മൂവിയില് മറ്റേ ചന്ത പെട്ടുപോണ പോലെ ആവും. പക്ഷെ ഇവിടെ ഒരു മേഡ് നടക്കണായിരുന്നല്ലേ. ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് സെല്ലറാണിത് കേട്ടോ. അപ്പം ഞാനും ഗീതും പ്രതും വിചാരിച്ചു കുട്ടികളെ അഡൽട്ട് സൂപ്പർവിഷനിൽ ഇത് കാണിച്ചു കൊടുക്കും. കാരണം അവർ കണ്ടിക്കണു. നീ ക്യൂരിയസ് ആയിട്ട് ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് ഉള്ള ശ്രമമാണത്. പേടിച്ചോണ്ടിരിക്കും. അവർക്ക് വെറുതെ സ്റ്റോറി ലൈൻ. ഈ പ്രായമുള്ള കുട്ടികളുടെ ഇമാജിനേഷൻ സൂപ്പർ. കഥകൾ ഇങ്ങനെ തലയിൽ ഉണ്ടാക്കുക, എന്നിട്ട് വെറുതെ ഒരു രസട്ടോ. നമ്മൾ പേടിപ്പിച്ചതല്ല, അവർ വെറുതെ ഇങ്ങനെ അയ്യോ 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 പറഞ്ഞ് പേടിച്ചിട്ട് ഓടണ പോലെ ഒന്ന് അഭിനയിച്ചതാണ്. ദൈവമേ, ഇറ്റ്സ് ലിറ്ററലി ആൻ അമേസിങ് ഹൗസ് വിത്ത് സോ മെനി റൂംസ് ആൻഡ് സർപ്രൈസസ് ആൻഡ് എവറിത്തിങ്. ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. കുറേ സ്ഥലങ്ങൾ നമ്മൾ നോക്കാനേ പോയില്ല, കാരണം എത്രയോ റൂംസ് ആയിരുന്നു ഗൈസ് ഇതിനകത്ത്. ഒരുപാട് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണ്, ഞാൻ ഫുഡൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. കിച്ചണിൽ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഒരു ടീം ഇങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നു കേട്ടോ, മുത്തുകൾ. ഞാൻ അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ മറന്നു. എന്തായാലും നമ്മൾ അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ചു, നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നാളെ ഒരു ആക്റ്റീവ് ഡേ ആണ് നമുക്ക്. അതുകൊണ്ട് കുട്ടികൾക്ക് ഫണ്ണാക്കാൻ വേണ്ടി ബങ്ക് ബെഡത്തെ ബെഡ്സൊക്കെ താരനിരയായി വിരിച്ചിട്ട് എല്ലാവരെയും കടത്തി ഉറക്കി. ഇനി നാളെ നമുക്ക് കാണാം. ടിൽ ദെൻ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ചാവ് ചാവ് ഫ്രം ടിയാമോ. ഗുഡ് നൈറ്റ്.